അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദിവസത്തെ റമദാൻ വിശേഷവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ ഒരു കുറച്ച് ദിവസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 2 വീക്സിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉമ്മാനെയും കൊണ്ട് ഒരു ദിവസം നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോ കേട്ടോ. ഇത് ശരിക്കും ഞാൻ നോമ്പൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ എടുത്തിട്ടുള്ളതാണ്. നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ എങ്ങാനുമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ കുറേ എന്തൊക്കെയോ കാരണങ്ങൾ കാരണം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണ് പറ്റുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയല്ലോ. അപ്പം പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്ലോബൽ വില്ലേജൊക്കെ ക്ലോസ്ഡ് ആണെന്ന്. ഈ ഒരു പ്രശ്നത്തിൽ അവർ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇനി വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഈ സീസണിൽ നമ്മളുടെ സെക്കൻഡ് ടൈം ആട്ടോ നമ്മൾ വരുന്നത്. നമ്മളിതിന് മുന്നേ ഫസ്റ്റ് തുടക്കത്തിൽ ഒരു തവണ നമ്മൾ വന്നിട്ട് അന്ന് ഷോപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് കാര്യമായിട്ട് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പക്ഷെ അന്ന് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മളുടെ സെക്കൻഡ് ടൈമാണ്. അപ്പം ഇപ്രാവശ്യം ഉമ്മാക്ക് കുറച്ച് എന്തൊക്കെയോ വാങ്ങിക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പവലിയനിലൊക്കെ പോയി അവിടെ മോൾക്ക് ഒരു ബ്രേസ്ലെറ്റൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ പാകിസ്ഥാൻ പവലിയനിലാണ് പോയത്. അവിടെ അങ്ങനെ കുറച്ച് സൽവാറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് അങ്ങനെ കുറച്ച് സൽവാറൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. ഉമ്മാക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ കുറച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഗ്ലോബൽ വില്ലേജിൽ പാകിസ്ഥാൻ പവലിയനിൽ അധികം നമുക്ക് നോർമൽ ലോണിൽ വരുന്ന അങ്ങനത്തെയാണ് കിട്ടുക. പിന്നെ കുറച്ച് നല്ലതും ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ ഡെയിലി വെയർ ലോണിൽ വരുന്നത് നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ കുറച്ച് എംബ്രോയ്ഡറി ഒക്കെ വരുന്ന ടൈപ്പാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3-4 നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അന്നൊക്കെ നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നിരുന്നതാണ്. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. മോസ്റ്റ്ലി ഇവിടെ UAE-യിലുള്ള എല്ലാവരും തന്നെ അവരുടെ നോർമൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ഉള്ളിൽ ആ ഒരു സമാധാനക്കേട് ഉണ്ടല്ലോ. പെട്ടെന്ന് ഈ ഒരു അലേർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കുള്ളിലൊരു ഒരു പേടി പോലെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു പേടിയുണ്ട്. പക്ഷേ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോർമലായി ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് ഈ അലേർട്ട് വരുമ്പോൾ ഒരു ടെൻഷനാവൽ, ഒരു സമാധാനക്കേട് അങ്ങനെ ഉണ്ടെന്ന് മാത്രം. എന്നാൽ തീരാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ കുറച്ച് ഷോപ്സിലൊക്കെ കയറി നോക്കി. പിന്നെ മോസ്റ്റ്ലി എല്ലാ തവണയും ഗ്ലോബൽ വില്ലേജിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. ഒരുപാട് കോട്ട് സെറ്റ്സ്, പിന്നെ നൈറ്റ് ഡ്രസ്സുകൾ. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ബോയ്സിനോ ജെൻസിനോ അങ്ങനെ വലിയ കളക്ഷൻസ് ഒന്നും ഞാൻ ഗ്ലോബൽ വില്ലേജിൽ കണ്ടിട്ടില്ല. ഫുള്ള് ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഷോപ്പൊക്കെ കണ്ടു, ഗേൾസിൻ്റെ നല്ല ക്യൂട്ട് ഡ്രസ്സസ് ആട്ടോ. ഭയങ്കര രസമുള്ള നല്ല ഫ്രോക്സാണ്. കണ്ടാൽ നമുക്കിങ്ങനെ നോക്കി നിന്ന് പോകുന്ന ടൈപ്പാണ് അത്. പെൺകുട്ടികളുള്ളവർക്ക് അറിയാം, ഇവരുടെ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് മതിയാവില്ല. അവർക്ക് എത്ര വാങ്ങിച്ചു കൊടുത്താലും നമുക്ക് മതിയാവില്ല. ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ടാൽ ഭയങ്കര ക്യൂട്ടായിട്ടോ. കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ ഭയങ്കര റേറ്റ് ആട്ടോ. മിനിമം 100 സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. 100 മിനിമം ആണ്. അതിലൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും കിട്ടുക. നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് തന്നെ കൊടുക്കണം കേട്ടോ. ഞാൻ അവിടെ നിന്നൊരു ഫ്രോക്കിൻ്റെ റേറ്റ് ചോദിച്ച സമയത്ത് അവർ 200 സംതിങ് എന്തോ ആണ് പറഞ്ഞത്. പിന്നെ ഞാൻ നോക്കി വെള്ളം ഇറക്കി പോകുന്നു എന്നല്ലാതെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല രസമാട്ടോ, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഷോപ്പിൽ ഇങ്ങനെ ഈ ഒരു ക്യൂട്ട് മിനി ഐഫോൺ കണ്ടു കേട്ടോ. പക്ക ഐഫോൺ തന്നെ, നമുക്ക് ഫോണ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെയൊക്കെ കയ്യിലുള്ള ഫോൺ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സിമ്മൊക്കെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണ്ടപ്പോൾ ക്യൂരിയോസിറ്റി തോന്നിയപ്പം അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞാനിങ്ങനെ ഒരുപാട് ഷോപ്സിലൊക്കെ കയറി നോക്കി, കുറേ കോഡ് സെറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. കോഡ് സെറ്റ്സൊക്കെ ഷോപ്പ് ചെയ്യണമെങ്കിൽ നല്ല ബെസ്റ്റാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ്. നമുക്ക് പല ടൈപ്പിൽ, പല ഡിസൈനിൽ, പല മെറ്റീരിയലിൽ, പല മോഡലിലൊക്കെ കിട്ടും. മിക്ക ഗ്ലോബൽ വില്ലേജ് വിസിറ്റിലും ഞാനൊരു കോഡ് സെറ്റിങ്ങിൽ ഞാൻ വാങ്ങിക്കാറുണ്ട്. പ്രാവശ്യം വാങ്ങിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഞാൻ ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞില്ലേ, ഞാൻ നല്ലൊരു കോഡ് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നടന്നപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. മറ്റേ ചാമോയ് എന്ന് പറഞ്ഞിട്ട്, ഇക്കാക്ക് അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പൊതുവേ ഈ പുളിയുള്ള സാധനങ്ങളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം എനിക്ക് മാങ്ങ ഇഷ്ടമല്ല. മാങ്ങ എനിക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ കഴിക്കാൻ. ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല, കാരണം ഓൾറെഡി നല്ല സ്പൈസിയും സാറായിട്ടുള്ള ഒരു മിക്സ്ചറിൽ അവർ മുക്കി, എന്നിട്ട് പിന്നെ ഒരു ഫുള്ള് ലെമൺ തന്നെ അതിൻ്റെ മേലൊക്കെ അവരിങ്ങനെ സ്ക്വീസ് ചെയ്തിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ പല്ല് പുളിക്കാൻ തുടങ്ങി. എനിക്ക് പുളി കഴിക്കാൻ പറ്റില്ല. തീരെ എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പം ഞാൻ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയില്ല. ഒക്കെ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഹൈപ്പിനുള്ളതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ കുറേ നടന്ന് കുറേ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടുത്തെ നൈറ്റ് ഡ്രസ്സൊക്കെ നല്ല കേട്ടോ, നല്ല നല്ല മെറ്റീരിയലൊക്കെ കിട്ടും. നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലൊക്കെ നല്ല നൈറ്റ് ഡ്രസ്സുകൾ കിട്ടും. പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു കാർഡിഗാൻ ഉണ്ടല്ലോ, മറ്റേ ഒരു ജമ്പിങ് ടൈപ്പ് മെറ്റീരിയലൊക്കെ ആയിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കുറേ പ്രിൻറ്റിലും കുറേ നല്ല നല്ല ഡിസൈൻസിലൊക്കെ നല്ല ഷ്രഗ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ അവിടുന്ന് പോകുന്നു കേട്ടോ, കാരണം പിന്നെ നെക്സ്റ്റ് ഡേ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. കാക്ക ഓഫീസുണ്ട്, മോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് നോമ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേട്ടോ. 1ാമത്തെയോ 2ാമത്തെയോ നോമ്പെന്തോ ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. കുറച്ച് കാരണങ്ങൾ കാരണം പോസ്റ്റ് ചെയ്യാതിരുന്നതാണ്. ഫ്ലാറ്റിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷീറ്റ്സ് ഒന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം വാഷ് ചെയ്ത് വെച്ചെന്നല്ലാതെ ഒന്നും വിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഫ്ലാറ്റിൽ ഒരു മേജർ മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ AC-യുടെ ഫിൽറ്ററൊക്കെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ആക്കിയവർക്കറിയാം, ഫുള്ള് പൊടിയുടെ 5 കളിയായിരിക്കും കേട്ടോ. വീട് മൊത്തം പൊടിയായിരിക്കും. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു അതൊക്കെ അവർ വന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റുക, അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ എല്ലാം എടുത്ത് വാഷ് ചെയ്തിട്ട് വീണ്ടും വയ്ക്കേണ്ടി വരും. കാരണം ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പൊടികളുണ്ടാവില്ലേ, അങ്ങനത്തെ പൊടികളായിരുന്നു. 2 ദിവസം എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അത് കംപ്ലീറ്റ്ലി പോയി കിട്ടിയത് കേട്ടോ. ഭയങ്കര പൊടിയായിരുന്നു. എനിക്ക് തോന്നുന്നു AC-യുടെ ഫിൽറ്റർ ആദ്യമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു, അത്രക്കും പൊടിയായിരുന്നു. താഴെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എൻ്റെ ഒരു റമദാൻ ക്ലീനിങ് കംപ്ലീറ്റ് ആയി തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ഞാൻ ഡൈനിങ് ടേബിൾ ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ടേബിൾ റണ്ണറോ അല്ലെങ്കിൽ പ്ലേസ് മാറ്റൊക്കെ ഒന്ന് മാറ്റിയിരുന്ന് സെറ്റാക്കിയിട്ട് എടുക്കാറുണ്ട്. ഈ ഒരു ടേബിൾ റണ്ണർ ഞാൻ നാട്ടിൽ വെക്കേഷന് പോയിട്ട് വരുന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അത് ഇതുവരെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പുതിയതല്ല, അപ്പോൾ അതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു പ്രിൻ്റാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബ്ലോക്ക് പ്രിൻസൊക്കെ. പിന്നെ
പിന്നെ ചെറുതായിട്ട് ടേബിളൊന്ന് ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചു. റമദാനൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്കും പിന്നെ മോൾക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. മോളും ഇതൊക്കെ കണ്ട് വളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾക്ക് മനസ്സിലാവണം, നമുക്ക് എല്ലാ മാസം പോലെയല്ല, ഈ ഒരു മാസം നമുക്കൊരു സ്പെഷ്യൽ മാസമാണെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു കാലണ്ടറൊക്കെ ഞാൻ 3 ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ ഡേറ്റ്സും ഉണ്ട് ഇതിൽ. നമ്മളിപ്പോൾ ഏത് റമദാൻ ദിവസമാണോ ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു മൂണിൻ്റെ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് മാഗ്നറ്റ് ആട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു ഡെക്കോർ. അപ്പം കുറച്ച് ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട്, ഈത്തപ്പഴം പിന്നെ നമുക്ക് ഡെയിലി വേണമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഡെക്കോർ. പിന്നെ എൻ്റെ ഈ ഒരു പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന കോർണറിൽ ഞാൻ ചെറിയൊരു മേക്ക് ഓവർ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ചെറിയൊരു കുഷ്യൻ മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു സീറ്റിംഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാനും ഇരുന്ന് ഖുറാനൊക്കെ ഓതാണെങ്കിൽ ഖുറാൻ ഓതാനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു പ്രേയിങ് കോർണർ പോലെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു ബെഡ് ഉണ്ടായിരുന്നു, മോളുടെ ബെഡാണ്. മോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവളുടെ ക്രിബിലിട്ടിരുന്ന ബെഡാട്ടോ. പിക്കാൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അവൾ വലുതായതിന് ശേഷം പിന്നെ ഈ ഒരു ബെഡ് അങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പം അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയും ഉണ്ടാവും, നമുക്ക് ഇരിക്കാനും സുഖം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കുഷ്യൻസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഖുറാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ വേണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചെറിയ ടേബിളൊന്നുമില്ല. അപ്പം ഞാനിങ്ങനത്തെ ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഐക്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള. അപ്പോൾ അത് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ അതിനോട് മാച്ചായിട്ട് തന്നെ പോകുന്ന ഒരു പ്ലേസ് മാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് ചെറിയൊരു ടേബിൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ മേലെയാണ് പിന്നെ ഞാനൊരു ഖുറാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ട്രാൻസ്ലേഷൻ വരുന്ന ഖുറാനാണ്. അപ്പോൾ നമുക്ക് അർത്ഥം അറിഞ്ഞിട്ട് ഓതണം എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഓതാൻ വേണ്ടിയിട്ട്. അർത്ഥം ഫുള്ളാക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഖുറാനല്ല കേട്ടോ ഓതാറ്, ഞാൻ നോർമൽ ഖുറാൻ തന്നെയാണ് ഓതാറ്. കാരണം ട്രാൻസ്ലേഷനൊക്കെ വെച്ചിട്ട് ഖുറാൻ ഓതുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പം ഞാൻ ഫുള്ള് ഖത്തം തീർത്തതിന് ശേഷമാണ് പിന്നെ ഈ ഒരു ട്രാൻസ്ലേഷൻ്റെ ഖുറാൻ വാങ്ങിക്കുന്നത്. അങ്ങനെ പിന്നെ അന്നത്തെ ഒരു ദിവസം പിന്നെ ഞാൻ അത്രേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ്. വേറെ പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ഷൂട്ട് ചെയ്തതാണ്. കാരണം അന്ന് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ ടയേർഡായി. പിന്നെ പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ കുക്ക് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനുള്ള സ്നാക്ക് ആക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചട്നി സ്ക്വയറാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു ചട്നി പോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചട്നി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ആ ബ്ലെൻഡറിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ബാക്കിയുള്ള ചിക്കനും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസ് വരുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ സ്നാക്കിൻ്റെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു സിപ്പ് ലോക്ക് ബാഗ് ആട്ടോ. അപ്പം ഞാനിത് സിപ്പ് ലോക്ക് ബാഗ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ നമുക്ക് കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴും നമുക്കിങ്ങനെ കൈ കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ മിക്സ്ചറിന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഈ ഒരു സിപ്പ് ലോക്ക് ബാഗിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചട്നി ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചീസും വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസ് ഞാനിവിടെ സ്ലൈസ് ചീസ് ഒരു ചീസിൻ്റെ സ്ലൈസ് 4 കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 2 ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഫ്ലാറ്റ് ആക്കുന്നതിൻ്റെ സൈസിനനുസരിച്ച് കേട്ടോ. കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആഡ് ചെയ്ത് കൊടുക്കാം, ചെറുതാണെങ്കിൽ 1 ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ
എല്ലാ സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചീസൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ചീസ് പുറത്ത് വരാതെ നോക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ചീസ് മൊത്തം ഓയിലായിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പം ചീസൊക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ മസാല എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോർമൽ സ്നാക്സ് ഉണ്ടാക്കുന്ന പോലെ കുറേ ഉള്ളി വഴറ്റാനോ അങ്ങനെ കുറേ അരിയാനോ ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും കൂടി ബ്ലെൻഡറിലിടുക, മിക്സ് ചെയ്യുക, ഫ്ലാറ്റൻ ചെയ്യുക, ഫ്രൈ ചെയ്യുക, കഴിക്കുക. അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കത് ചിക്കനൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയതുകൊണ്ട് നമുക്ക് 1-2 ഒക്കെ കഴിക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നുമില്ല, നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക, പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കണം. കാരണം ഇതിൽ ചിക്കനൊന്നും കുക്കാവാത്തതല്ലേ, അപ്പം ഒന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുക. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആകെ അതിൻ്റെ പുറത്തെ കളറ് മാറുന്നില്ല, അത് ചിക്കൻ ചിലപ്പോൾ ഉള്ളിൽ വെന്തോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇത് മിൻസ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പിന്നെ ഒരുപാട് സമയം എടുത്തിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യുകയും ചെയ്യരുത്. കാരണം അപ്പോഴേക്കും നമ്മളുടെ ചീസൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് വന്നിട്ട് ആകെ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ നമ്മൾ പുറത്ത് നിൽക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം മോൾക്കും സൈക്കിളൊക്കെ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ഓർത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോൾക്കും അവിടെ തന്നെ സൈക്കിളൊക്കെ ഓടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് കുടിക്കാനുള്ള നന്നാരി സർബത്തൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ഈ നോമ്പിന് ജ്യൂസുകളോ കാര്യങ്ങളൊന്നും കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഞാൻ ആക്കുന്നില്ല. ഞാൻ വെള്ളം മാത്രമാണ് കുടിക്കാറ്. അപ്പോൾ ഈ ഒരു നോമ്പിന് ഫുള്ള് ഞാൻ ഷുഗർ കട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നോമ്പിൻ്റെ ആ ഒരു തുടക്കത്തിലായതുകൊണ്ട് നമുക്കങ്ങനെ പുറത്ത് പോകാനും പാർക്കിൽ പോയിട്ട് നോമ്പറക്കാനൊന്നും അങ്ങനെ വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴും ആൾക്കാർ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ പോവാതിരിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ തുടക്കത്തിൽ നമുക്കൊക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ, ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ആൾക്കാർ നോർമലാക്കി തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നെ നമ്മളങ്ങനെ കോർണിഷിലേക്ക് പോകാമെന്നാട്ടോ വിചാരിച്ചത്. കാരണം നമുക്ക് തൊട്ടടുത്ത് കോർണിഷാണ്. പിന്നെ അവിടെ ആകുമ്പോൾ ഒരുപാട് പാർക്കുകളുണ്ടല്ലോ, അപ്പോൾ അവിടെ എവിടെയെങ്കിലും നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്താട്ടോ ഇറങ്ങിയത്. ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് എവിടെയും പാർക്കിംഗ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് പാർക്കിൽ പോയി നോക്കി, എവിടെയും നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടുന്നില്ലായിരുന്നില്ല കേട്ടോ. അവസാനം ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ കാറിൽ നിന്നാണ് ഈത്തപ്പഴം വെള്ളമൊക്കെ കഴിക്കുന്നത്. നോമ്പ് മുറിച്ചതും നമ്മൾ കാറിൽ നിന്നാണ്. പിന്നെ അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് പോയി ആ ഒരു മീന സൈഡിലേക്കുള്ള അവിടെയാണ് പിന്നെയും കുറച്ച് പാർക്കിംഗ് കണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നത് കേട്ടോ. നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചത്. പിന്നെ ഇക്ക ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് കുഞ്ഞിപ്പത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ. പാർക്കിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം കുറേ പേര് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്, കുറേ പേര് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്. കാരണം ഇപ്പം നല്ല വെതറാണല്ലോ. അപ്പോൾ ഒരുപാട് നോമ്പില്ലാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ബാർബിക്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.